ആലപ്പുഴ ചെങ്ങന്നൂർ മുൻസിഫിന് നേരെ ആക്രമണം. 2 കോടതി ജീവനക്കാർക്കും പരിക്കേറ്റു. ചെങ്ങന്നൂർ മുൻസിഫായ അമല ലോറൻസിന്റെ ചേംബറിലേക്ക് യുവാവ് അതിക്രമിച്ച് എത്തുകയായിരുന്നു. അക്രമം ഭയന്ന ഓടുന്നതിനിടയിൽ വീണ മുൻസിഫിന് പരിക്കേറ്റു. യുവാവിനെ തടയാനെത്തിയ 2 ജീവനക്കാർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. കോടതി ജീവനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്നാണ് പ്രതിയെ കീഴടക്കിയത്. ചെങ്ങന്നൂർ സ്വദേശി അരുൺ മോഹനാണ് അതിക്രമിച്ച് കയറിയത്. ദൃശ്യങ്ങൾ. രാവിലെ ഞാനൊരു അറൗണ്ട് 9:45 കാണും. ഞാൻ താഴേക്ക് ബാർ അസോസിയേഷൻ്റെ ഓഫീസ് താഴെയാണ്, അങ്ങോട്ടേക്ക് പോവായിരുന്നു. അപ്പം മാം മോളെ ഓടെന്ന് പറഞ്ഞ് മാം വരുന്ന കണ്ടു. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്, അപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമെന്നാണ് വിചാരിച്ചത്. പിന്നെ സ്റ്റാഫ് കുറേ ഓടി വരുന്ന കണ്ടു. അപ്പോഴാണ് മാം ആരോ എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു റെയിൻ കോട്ട് ഇട്ട് ഒരു ഹെൽമെറ്റ് ഇട്ട ആൾ വന്നിട്ട് കുറേ നാളായി അത്രയും പറയുന്നത് ഞാൻ കേട്ടുള്ളൂ. അപ്പോഴത്തെ മാമിനെയും കൊണ്ട് ഞാൻ ബാക്കിലേക്ക് മാറി. മാമിൻ്റെ ചേംബറിൽ ഒരു ബോട്ടിലായിട്ടാണ് കയറിയെന്ന് പറഞ്ഞു. മാം പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ ആളിവിടെ വന്നിട്ട് നല്ല സൗണ്ടിൽ കുറേ നാളായി എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടു. ഇല്ല, അടച്ചില്ല. ഞാൻ ബാർ അസോസിയേഷൻ്റെ വരാന്തയുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ മാമിനെ കൊണ്ട് മാറി ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. മനീഷ് മെഹ്വാൽ ഉണ്ടാകും നമുക്കൊപ്പം. മനീഷ, എന്തിനാണ് ഈ കോടതിക്കുള്ളിൽ ഇയാൾ ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയത്? ഇന്ന് രാവിലെ 10 മണിയോടെ ചെങ്ങന്നൂർ കോടതിയിൽ കോടതി നടപടികൾ തുടങ്ങുന്നതിന് മുൻപായിരുന്നു നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത്. അവിടെ മുൻസിഫ് കോടതി ജഡ്ജിയായിട്ടുള്ള അമലയുടെ ചേംബറിലേക്കാണ് ചെങ്ങന്നൂർ സ്വദേശിയായ അരുൺ അതിക്രമിച്ച് കയറി വരുന്നതും അമലയല്ലേ എന്ന് ചോദിക്കുകയും ഒപ്പം തന്നെ ജഡ്ജിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ആക്രമണം ഭയന്നുകൊണ്ട് ഓടുന്നതിനിടയിൽ അമല നിലത്ത് വീണു, പരിക്കേറ്റു. പിന്നീട് ബാർ അസോസിയേഷന്റെ ഓഫീസിലേക്ക് കയറി ഒളിക്കുകയായിരുന്നു. ഈ സമയത്ത് പിന്നാലെ പോയ പ്രതിയെ അവിടെ കോടതിയിൽ ഉണ്ടായിരുന്ന 2 ജീവനക്കാർ, കോടതിയിലെ ക്ലർക്ക് അടക്കമുള്ള ജീവനക്കാർ തടയുകയും ഇയാളെ മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ ഈ 2 പേർക്കെതിരെയും ഇയാൾ ആക്രമണം നടത്തി. ഒരാളെ ചവിട്ടി താഴെ വീഴ്ത്തിയ ശേഷം നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് ശേഷം പുറത്തേക്ക് ഓടിയ പ്രതി അരുണിനെ പിന്നീട് കോടതിയിലെ ജീവനക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്നാണ് കീഴടക്കിയത്. ചെങ്ങന്നൂർ പോലീസിന് പ്രതിയെ കൈമാറിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗം ഇങ്ങനെയാണ്, ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ കുടുംബവുമായി ഇയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുടുംബം ഇയാൾക്ക് ഈ അരുണിനെതിരെ പരാതി നൽകിയിരുന്നു. അങ്ങനെ കോടതി അരുണിനെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് കോടതിയിലെത്തി ജഡ്ജിക്ക് നേരെ ഇയാൾ അതിക്രമം നടത്തിയെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. മനീഷ് മെഹ്വാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.